Bible Crown 2020. The Linarisa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. ദൈവവചനത്തിന്റെ പൊൻവെളിച്ചം ഇരുളടഞ്ഞ ജീവിതങ്ങളെ പ്രഭാപൂരിതമാക്കുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്പിതാവേ, ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ കൃപയിലും കരങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് മത്സരിക്കുന്നവരെ സഹായിക്കണം. ലോകത്തിൽ അനേകായിരങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചം പകരുവാൻ തക്കതിനുവണ്ണം, അതിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം ഈ ശുശ്രൂഷയോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും ഇരട്ടിയാക്കണം. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴിലും അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയപ്പാൻ സഹായിക്കണമെന്ന് യേശുവിനത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണ്. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ വേർഡ് ടു വേൾഡ് പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒലീവ് റൗണ്ടിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് സ്കോർ കീപ്പേഴ്സ് ആയിരിക്കുന്ന മിസസ് രാജീവ് വർഗീസിനെയും മിസസ് ലീന തോമസിനെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ മത്സരാർത്ഥികളായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ ഗോഡ്വിൻ ലാൽ, ശ്രീ എബിൻ തോമസ് ആൻഡ് ട്രെൻജി രാജുവാണ്. റൈറ്റ് ഗോഡ്വിൻ, എങ്ങനെയാണ് പ്രിപ്പറേഷൻ? എല്ലാം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ബൈബിൾ റീഡ് ചെയ്തിട്ടുണ്ട്. ബൈബിൾ ക്യൂസ് ബുക്സ് ഐ ജസ്റ്റ് ഗോ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വിഴുങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രേ നമുക്ക് പറ്റുള്ളൂ. ദാറ്റ് യു ട്രൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഫലം തരുന്നത് ദൈവമാണ്. ഓൾ ദി ബെസ്റ്റ്. ഹൗ അബൌട്ട് എബിൻ? പഠിച്ചു, ബൈബിൾ വായിച്ചു, നല്ലൊരു പ്ലാനതൊന്നുമില്ല. സന്തോഷമാണ്. വെരി ഗുഡ്. വെൽക്കം ടു ദ ഷോ. യെസ് രഞ്ജി, പറയൂ. ബൈബിൾ നന്നായി വായിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് ഒരു വലിയ കടലല്ലേ? അതെ, അപ്പം ഒരു വലിയ സാഗരമാണ്, അനന്തമായ സാഗരമാണ് തിരുവചനം എന്ന് പറയുന്നത്. എത്ര വായിച്ചാലും പിന്നെയും മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 13 ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. പക്ഷേ വീണ്ടും അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മരണം വരെയും ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വെളിപ്പാടുകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമുക്ക് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത അനന്തമായ ആ വലിയ പരിജ്ഞാനം, ലോകത്തിൻ്റെ എല്ലാ പരിജ്ഞാനങ്ങളുടെയും ഉറവിടമായ, അതിൻ്റെ പൂർണ്ണമായ ആ പരിസമാപ്തി പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കഴിയാവുന്നത്രയും പരിശ്രമിക്കുക, അതാണ് പരമോന്നതമായ കാര്യം. സോ വെൽക്കം. താങ്ക് യു. കഴിഞ്ഞ സ്റ്റേജ് നമ്മുടേത് ഏഡൻ സ്റ്റേജായിരുന്നു. ഏതൻ സ്റ്റേജിനേക്കാൾ ഒലിവ് സ്റ്റേജിൽ ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു പുതിയ റൗണ്ട് കൂടി നാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് പോലെ പ്രൈസ് റൗണ്ട്, ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു ഗാനം പാടുവാൻ നിങ്ങൾക്ക് സാവകാശമുണ്ട്. റൈറ്റ്. ഒരു മത്സരത്തിൻ്റേതായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് മാർക്കുകൾ നൽകുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങളുടെ പാട്ടുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ബോധ്യത്തോടു കൂടിയാണ് പാടേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ അവസരം ബൈബിൾ ക്രൗൺ 2020 തരികയാണ്. മാത്രമല്ല, പരമോന്നതമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു മത്സരത്തിൽ വന്നൊരു സമ്മാനം നേടുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അനേകായിരങ്ങൾ ഈ ഷോ കാണുന്നുണ്ട്.
അപ്പോൾ വചനത്തിൻ്റെ മർമ്മങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും ദൈവവചനം അവരെ സ്പർശിക്കുവാനുള്ള ഒരു വലിയ മുഖാന്തരമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. നിങ്ങളും അറിയാതെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരുകയാണ്. സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറുകയാണ്. അപ്പോൾ ആ ഒരു ദർശനത്തോടെയാണ് നാം ഇതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ പാട്ടുകൾ പാടുന്നതും ദൈവത്തെ സ്തുതിക്കുകയാണ്. പാട്ടുകൾ ആശ്വാസം പകരുന്നതാണ്, സമാധാനം പകരുന്നതാണ്, പ്രത്യാശ പകരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗാനങ്ങൾ തീർച്ചയായിട്ടും ആരെയെങ്കിലും എവിടെയെങ്കിലും സ്പർശിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ റൗണ്ടുകളെല്ലാം അതുപോലെ തന്നെയുണ്ട്, പക്ഷേ ചോദ്യങ്ങൾ കൂടുതലുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിൽ 2 ചോദ്യങ്ങളാണ്. നേരത്തെ ഓരോ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കുകൾ 4 ആയിരുന്നു, ഇപ്പോൾ 5 മാർക്കുണ്ട്. പുതിയ നിയമത്തിലും അതുപോലെ തന്നെ. പിന്നീട് ബൈബിൾ ബമ്പർ, അതിൻ്റെ എല്ലാം റൂൾസ് അതുപോലെ തന്നെ. തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൂ വാങ്ങിയാൽ -1 മാർക്കുണ്ട്. എന്നാൽ ബമ്പർ റൗണ്ടിൽ തെറ്റ് വന്നാൽ നേരത്തെ -1.5 ആയിരുന്നു, അത് 1 ആയിട്ട് കുറച്ചു. ഓൾറൈറ്റ്, അതാണ് നമ്മുടെ മാർക്കുകളുടെയും അതോടൊപ്പം തന്നെ ചോദ്യങ്ങളുടെയും ഘടന. ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്, നിങ്ങൾ വന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില റൗണ്ടുകളിലൊക്കെ ചിലർ എന്നോട് തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് വന്ന് പിക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഇവിടെ വന്ന് ചൂസ് ചെയ്യുന്നു, അതോ ഞാൻ തന്നെ ചോദിച്ചാൽ മതിയോ? ചോദ്യങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും, അത്രമാത്രം. എന്ത് വേണം പറയൂ രഞ്ജി? ഓൺലി ഫീമെയിൽ ഫേസ്. ചോദിച്ചാൽ മതി. എന്താണ് മിസ്റ്റർ എബിൻ തോമസിൻ്റെ അഭിപ്രായം? ചോദിച്ചാൽ മതി. പിന്നെ ഇപ്പം ഗോഡ്വിൻ ലാലിന് മറുപടിക്ക് പ്രസക്തിയില്ല, ചോദിക്കാം അല്ലേ? ഷുവർ. ഓക്കെ, സോ ഷാൽ വി ഗോ ടു ദ ഫസ്റ്റ് റൗണ്ട്? Ready? We are going to the first round in this episode, Old Testament round. ആദ്യ ചോദ്യം ആരോടാണ് വേണ്ടി? രഞ്ജിയോടാണോ? ആരോ റെഡി? യെസ് രഞ്ജി. കനാന്യ രാജാവായ യാബീൻ്റെ സേനാപതിയായ സിസെറായ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു? അറിയില്ല. യെസ് ഗോഡ്വിൻ. 950. 950 -1 മാർക്ക്. യെസ് എബിൻ. 600. എക്സാക്ട്ലി 600 ആണ്. 904. 600 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ഗോഡ്വിൻ ലാൽ. ആരുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ മക്കൾ സിസെരയെ നേരിട്ടത്? ദെബോരയുടെ. എക്സാക്ട്ലി. എന്താ പേടിക്കുന്നത്? ദെബോറയുടെ നേതൃത്വത്തിൽ. യു ഗെറ്റ്സ് 5 മാർക്സ് ഫോർ ദാറ്റ്. അടുത്ത ചോദ്യം എബിൻ തോമസിനോടാണ്. വിശുദ്ധ ബൈബിളിൽ ജനസംഖ്യാ നിർണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? സംഖ്യാപുസ്തകം. ഉത്തരം ശരിയാണ്. എബിൻ തോമസിന് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്ത രഞ്ജി. നെഹമ്യാവ് യെരുശലേമിൽ മതിൽ പൂർത്തീകരിച്ചത് എത്ര ദിവസം കൊണ്ട്? ഇടിഞ്ഞു കിടന്ന യെരുശലേമിൻ്റെ മതിൽ നെഹമ്യാവ് വന്ന് പണിതു. എത്ര ദിവസം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്? അറിയില്ല. യെസ് ഗോഡ്വിൻ ലാൽ. 50. -1 മാർക്ക് ഫോർ ഗോഡ്വിൻ ലാൽ. എബിൻ? പാസ്. 2 ദിവസം കുറച്ച് കളഞ്ഞു. 52 ദിവസം. ശരിയാണ്? ശരിയാണ്. സോ -1 മാർക്ക് ഫോർ ഗോഡ്വിൻ ലാൽ. അടുത്ത ചോദ്യവും ഗോഡ്വിനോടാണ്. യെസ്. നാം കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ ചെന്നപ്പോൾ യോശുവ അവർക്കത് വിഭജിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഓരോ ഗോത്രത്തിനും കനാൻ ദേശം വിഭജിച്ചു കൊടുത്തത്? ചീട്ടിട്ട്. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഗോഡ്വിൻ ഗെറ്റ്സ് 5 മാർക്സ് ഫോർ ദാറ്റ്. റൈറ്റ്. അടുത്ത എബിൻ തോമസിനാണ്. മോശ കാദേശ് ബർണയിൽ നിന്നും ദേശത്തെ ഉറ്റുനോക്കുവാൻ അയച്ചപ്പോൾ കാലേബിൻ്റെ പ്രായം എന്തായിരുന്നു? പാസ്. രഞ്ജി? അറിയില്ല. 40. എക്സാക്ട്ലി ദ സെയിം ആൻസർ. 40. 45 വർഷം കഴിഞ്ഞാണ് ഇവർ കനാനിൽ പ്രവേശിക്കുന്നത്. അപ്പോഴും അന്ന് അനാക്യമല്ലന്മാരെ കുറിച്ച് ഭയപ്പെട്ട ഇസ്രായേൽ മക്കൾ പുറപുറത്ത അവസ്ഥയിൽ കാലേ പറയുകയാണ്, 85-ാമത്തെ വയസ്സിലും അവർ വസിക്കുന്ന സ്ഥലം തന്നെ എനിക്ക് വേണം. 85-ാമത്തെ വയസ്സിൽ അദ്ദേഹം പോയി അവരെ തോൽപ്പിച്ച് ആ ദേശം സ്വന്തമായി. അതാണ് കാലേബിൻ്റെ പ്രാധാന്യം. റൈറ്റ്. ഗോഡ്വിൻ ഗെറ്റ്സ് 4 മാർക്സ്. കാരണം രഞ്ജിയുടെ ചോദ്യമാണല്ലോ. റൈറ്റ്. നൗ ഇറ്റ്സ് ദ മാർക്സ് കാർഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. Godwin Lal gets 12 marks. Godwin Lal gets 12 marks. Ebin Thomas 9. Ebin Thomas gets 9 marks. Renji Raju nil. And Renji Raju has yet to open the account. So ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, വിഷമിക്കേണ്ട കാര്യമില്ല. റൈറ്റ്. Bible Count 2020.
വേർഡ് മെലഡി വേൾഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഏറ്റവും പുതിയ ക്രിസ്തീയ ഭക്തിഗാന സമാഹാരം എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. ആത്മീയ യാത്രയിൽ തന്നെ അനുദിനം കരം പിടിച്ചു നടത്തുന്ന അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും വിളംബരം ചെയ്തുകൊണ്ട് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന ഏറ്റവും പുതിയ ഗാനസമാഹാരം എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ, എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ, അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ. സർവസൃഷ്ടിതാവാം എന്റെ ദൈവം, സർവശക്തനാം യഹോവ. സർവസൃഷ്ടിതാവാം എന്റെ ദൈവം, സർവശക്തനാം യഹോവ. സർവത്തിലുമെന്നെ ജയത്തോടെ നയിക്കും, സർവത്തിലുമെന്നെ ജയത്തോടെ നയിക്കും. എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ, എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ, അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ. എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. പിച്ച വയ്ക്കുന്ന കുരുന്നുകൾക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കൊച്ചു കൂട്ടുകാരുടെ ആലാപനത്തിൽ ദൈവനാമത്തെ വാഴ്ത്തുന്ന മനോഹരങ്ങളായ ഗാനങ്ങൾ. കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി. യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഉടനെ മറിഞ്ഞു പോകും. കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി. യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഉടനെ മറിഞ്ഞു പോകും. എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം തുളുമ്പുന്ന മനോഹര ഗാനങ്ങൾ. സ്വർഗ്ഗത്തിൽ എനിക്കൊരപ്പച്ചനുണ്ട്, അപ്പച്ചന്റെ പേര് യേശുവെന്നാണ്. കൂട്ടുകാരെ വരൂ കേട്ടിടുവിൻ, യേശു അപ്പച്ചന്റെ കഥ കേൾക്കുവിൻ. സ്വർഗ്ഗത്തിൽ എനിക്കൊരപ്പച്ചനുണ്ട്, അപ്പച്ചന്റെ പേര് യേശുവെന്നാണ്. കൂട്ടുകാരെ വരൂ കേട്ടിടുവിൻ, യേശു അപ്പച്ചന്റെ കഥ കേൾക്കുവിൻ. തന്റെ ജീവിതയാത്രയിൽ അത്യുന്നതനായ ദൈവം നൽകിയ മഹത്തായ സ്നേഹാനുഭവങ്ങളിൽ നിന്നും ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന ദൈവനാമത്തെ പ്രകീർത്തിക്കുന്ന ഭക്തിനിർഭരമായ ഗാനങ്ങൾ. എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, കെസ്റ്റർ, വിധു പ്രതാപ്, ഖാലിദ്, ഗായത്രി, എലിസബത്ത് രാജു എന്നിവരുടെ ശബ്ദമാധുരിയിൽ കൂടുതൽ ഹൃദ്യമാകും. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേഴയെ, യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേഴയെ, യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. ഭീഷണികൾ മുഴങ്ങുമ്പോൾ, പ്രതികൂലമേറിടുമ്പോൾ, ഭീഷണികൾ മുഴങ്ങുമ്പോൾ, പ്രതികൂലമേറിടുമ്പോൾ, അനുദിനമെന്നെ നടത്തേണമേ, അനുദിനമെന്നെ നടത്തേണമേ. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേഴയെ, യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. വേർഡ് മെലഡി വേർഡ് സമർപ്പിക്കുന്നു ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് സംഗീതം പകർന്ന എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. കൂടുതൽ വിവരങ്ങൾക്ക് ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224.
ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിലും കൂടാതെ എല്ലാ പ്രമുഖ ക്രിസ്തീയ പുസ്തകശാലകളിലും ലഭ്യമാണ്. Bible Count 2020. Shall we go to the next round? New Testament round. പുതിയ നിയമ റൗണ്ടാണ്. ഈ പ്രാവശ്യം ആരംഭിക്കേണ്ടത് ഗോഡ്വിനാണ്. റൈറ്റ്. വിശുദ്ധ യാക്കോബ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അറിയില്ല. പാസ്. എബിൻ. പാസ്. രഞ്ജി. പാൽ കൊണ്ട് കൊന്നു. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 4 മാർക്ക് രഞ്ജിക്ക് ലഭിക്കുകയാണ്. സോ യു ഓപ്പൺ ദ അക്കൗണ്ട്. 4 മാർക്ക്. വാളാൽ കൊല്ലപ്പെട്ടു. റൈറ്റ്. അടുത്ത എബിൻ തോമസ് ആണ്. രണ്ടാമതായിട്ട് ആരെയാണ് ഹേരോദാവ് കൊല്ലാൻ ശ്രമിച്ചത്? യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. രണ്ടാമതായിട്ട് കൊല്ലുവാൻ ശ്രമിച്ചത് ആരെയാണ്? പാസ്. യോഹന്നാനെ. -1. പത്രോസിനെ. ദാറ്റ്സ് റൈറ്റ് ആൻസർ. 4 മാർക്സ് ഫോർ ഗോഡ്വിൻ ലാൽ. ആരാണ് അടുത്തത്? രഞ്ജി രാജു. റൈറ്റ്. യേശു ക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്? 12ാമത്തെ വയസ്സിൽ. 12ാമത്തെ വയസ്സിൽ. ഉത്തരം വളരെ തെറ്റാണ്. -1 മാർക്ക്. യെസ്, ഗോഡ്വിൻ ലാലിന് മറുപടി ഉണ്ടോ? 30ാമത്തെ വയസ്സിൽ. 12ാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷ ആരംഭിക്കാൻ കഴിയും. പള്ളിയിൽ പോയ പ്രായമില്ലയോ 12ാമത്തെ വയസ്സ്? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോ 4 മാർക്സ് ഫോർ ഗോഡ്വിൻ ലാൽ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഗോസ് ടു ഗോഡ്വിൻ ലാൽ. റൈറ്റ്. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ യേശുവിനൊരു പ്രസംഗ വിഷയം ഉണ്ടായിരുന്നു. പൊതുവായിട്ട് പുള്ളി എല്ലായിടത്തും പറഞ്ഞ കാര്യമാണ്. എന്താണ്? ദൈവരാജ്യം. യേശു ക്രിസ്തുവിന് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാൻ പറ്റും, നരകത്തെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതല്ല മറുപടി. പറഞ്ഞത് പൂർണ്ണമായിട്ട് പറയണം. മൈനസ് മാർക്ക് തരുന്നില്ല. പാസ്. യെസ് എബിൻ. ദൈവരാജ്യ പ്രഘോഷണം. അതാണല്ലോ കർത്താവ് പറയുന്നത്. വേറെ വല്ലതും പ്രസംഗിക്കാനുണ്ടോ? രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രസംഗിക്കാനുണ്ടോ? അദ്ദേഹം എന്താണ് പൊതുവായിട്ട് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. സോ -1 മാർക്ക് ഫോർ എബിൻ തോമസ്. രഞ്ജിക്കറിയാം? ഇല്ല. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ പറ. അതാണ് പറഞ്ഞത് എല്ലായിടത്തും. റൈറ്റ്. മാർക്കുകൾ കുറച്ചാണ് നിങ്ങളെല്ലാം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബസർ ക്വസ്റ്റ്യൻ തരികയാണ്. ഓൾറൈറ്റ്, ആൻസർ ഓൺ യുവർ ബസർ. ബർണബാസിന്റെ യഥാർത്ഥ പേരെന്താണ്? യെസ് രഞ്ജി. മർക്കോസ്. ഓ, പ്രബോധനപുത്രൻ. അല്ല. -1 മാർക്ക് ഫോർ രഞ്ജി. ഗോഡ്വിൻ, യു ഹാവ് ആൻ ആൻസർ? ബർയേശു. എബിന് വല്ല മറുപടി ഉണ്ടോ? ഇല്ല. യോസെഫ്. പ്രബോധനപുത്രൻ എന്നുള്ളത് ബർണബാസിന്റെ അർത്ഥമാണ്. കുപ്രോസ്തീകാരനായ യോസഫിനെയാണ് അവർ ബർണബാസ് എന്ന് വിളിച്ചത്. ഗോഡ്വിൻ ലാൽ -1. രഞ്ജിക്കും -1 മാർക്ക്. എബിൻ മാത്രമേ മൈനസ് വാങ്ങാതെ രക്ഷപ്പെട്ടുള്ളൂ. വെരി ഗുഡ്. ഗിവ് മി ദ മാർക്ക് ലിസ്റ്റ് ഫോർ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. Godwin Lal at 7. ഗോഡ്വിൻ ലാലിന് 7 മാർക്ക് കിട്ടുന്നു. Ebin Thomas -1. എബിൻ തോമസിന് -1. And Renji Raju 1. രഞ്ജി രാജുവിന് 1 മാർക്ക്. റൈറ്റ്. Bible Count 2020. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഉദാരമായ സ്നേഹത്തിൻ്റെയും അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും ദീപ്തമായ ചിത്രം ബൈബിൾ അനാവരണം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ് കാഴ്ചക്കാർക്കായി സമർപ്പിക്കുന്നത് ബൈബിൾ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ചകളാണ്. ദൈവപുത്രനായ യേശുവിലൂടെ പൂർത്തീകരിക്കുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിന്റെ ഇതിവൃത്തം. ദൈവാത്മാവിന്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും
രചിക്കപ്പെട്ടതായതുകൊണ്ട് ബൈബിൾ പരിശുദ്ധാത്മാ നിവേശിതമാണ്. ബൈബിൾ ദൈവവചനമാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശം. 1600 പരം വർഷങ്ങളിലൂടെ രാജാക്കന്മാർ, മുക്കുവന്മാർ, പ്രവാചകന്മാർ, പാനപാത്രവാഹകൻ, വൈദ്യൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിച്ചിരുന്ന 40 പരം വ്യക്തികളിലൂടെ വിരചിതമാക്കപ്പെട്ട ലോക ക്രൈസ്തവ ജനതയുടെ മതഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും മ്യൂസിയം ഓഫ് ദി വേർഡ് അറുതി വരുത്തുന്നു. പല ഭാഷകളിലായി രചിക്കപ്പെട്ട ആദ്യകാല ബൈബിളുകൾ മ്യൂസിയം ഓഫ് ദി വേർഡിൽ നേർസാക്ഷ്യമായി നിലകൊള്ളുന്നു. പല ഭാഷകളിലായി രചിക്കപ്പെട്ട ബൈബിളുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബൈബിളുകളുടെ പതിപ്പുകൾ ഇവിടെ കാഴ്ചക്കാർക്ക് കൗതുകവും അത്ഭുതവുമായി മാറുന്നു. മുന്നൂറിലധികം ബൈബിൾ വിവർത്തനങ്ങളുടെ ശേഖരങ്ങൾ, മൃഗങ്ങളുടെ തോലിലും ആദ്യകാല കടലാസുകളിലും കൈകൾ കൊണ്ട് എഴുതി തീർത്ത ബൈബിളുകൾ, ചുരുളുകളായി മാത്രം നിവർത്തുവാനാകുന്ന തോറാ പുസ്തകവും ഏറ്റവും ചെറിയ പോക്കറ്റ് ബൈബിളുമെല്ലാം മ്യൂസിയം ഓഫ് ദി വേർഡ് ശേഖരത്തിലുണ്ട്. ചിത്രവും കുറിപ്പുകളുമായി സ്വർണ്ണ നാണയങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട മെഡാലിക് ബൈബിളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധിയുടെ പ്രഭയും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ബൈബിൾ കാഴ്ചകളുടെ പുണ്യസ്ഥാനം. കാഴ്ചക്കാരുടെ കണ്ണുകളിൽ കൗതുകത്തിൻ്റെയും ഹൃദയങ്ങളിൽ അത്ഭുതവും ആശ്ചര്യവും വിരിയിക്കുന്ന പുരാതന ബൈബിൾ രൂപങ്ങളുടെ അവിശ്വസനീയമായ നേർക്കാഴ്ചകൾ. ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ആത്മചൈതന്യത്തിൻ്റെ നവ്യാനുഭവങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ്, ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. അടുത്തത് പ്രേസ് റൗണ്ടാണ്. നിങ്ങൾക്ക് പാടി ദൈവത്തെ സ്തുതിക്കാനുള്ളൊരവസരം. 4 മിനിറ്റ് വരെ പാടാൻ കഴിയും. ഓക്കെ, എല്ലാവരും ക്രിസ്തീയ പാട്ടുകൾ പാടണം. റൈറ്റ്. ഈ പ്രേസ് റൗണ്ടിൽ ആദ്യമായി പാടാൻ പോകുന്നത് ഗോഡ്വിൻ ലാലാണ്. ഓൾ ദി ബെസ്റ്റ്. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുദിനം നിൻ കൃപമതിയേ, അടിയാനു നിൻ പാദം ഗതിയേ, അനുദിനം നിൻ കൃപമതിയേ, അടിയാനു നിൻ പാദം ഗതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലവൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. വല്ലവൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ,
അടിയാനു നിൻ പാദം ഗതിയേ. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. അടുത്തതായിട്ട് പാടാൻ പോകുന്നത് രഞ്ജി രാജുവാണ്. എൻ്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എൻ്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും അങ്ങേ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോടു ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ മറന്നുപോയോ? എന്നിട്ട് പാടാൻ പറ്റില്ലേ? പാടൂ, സാരമില്ല. എന്താണ് ഈ ധൈര്യമായിട്ട് പാടിക്കണം. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ പാടൂ, സാരമില്ല, പാടൂ, ധൈര്യമായിട്ട് പാടും. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ഇത്രയും. Right. So now we go to the last song, Ebin Thomas. ഓരോ നിമിഷവും എൻ സ്വന്തം നീ, നിൻ ശാന്ത ശബ്ദമേ സമാധാനം. എൻ സ്വന്തം നീ എൻ സ്വന്തം, എന്നും നീ എൻ സ്വന്തം. എന്നെ അനുഗ്രഹിക്ക എൻ്റെ രക്ഷിതാവേ. സന്തോഷത്തിങ്കലും സന്താപത്തിലും എന്നോടു കൂടെ നീ വസിക്കണം. എൻ സ്വന്തം നീ എൻ സ്വന്തം, എന്നും നീ എൻ സ്വന്തം. എന്നെ അനുഗ്രഹിക്ക എൻ്റെ രക്ഷിതാവേ. ഓരോ നിമിഷവും എന്നോടിരുന്നാൽ പരീക്ഷകളെല്ലാം നിസാരമാം. എൻ സ്വന്തം നീ എൻ സ്വന്തം, എന്നും നീ എൻ സ്വന്തം. എന്നെ അനുഗ്രഹിക്ക എൻ്റെ രക്ഷിതാവേ. താങ്ക് യു. പ്രേസ് റൗണ്ടിൻ്റെ അവലോകനമാണ്. ഗോഡ്വിൻ ലാൽ പാടിയ പാട്ട് മലയാളത്തിലെ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളൊന്നാണ്. അപ്പോൾ അതിനൊരു വേരിയേഷൻ വന്നാൽ പെട്ടെന്ന് സാധാരണക്കാർ പോലും കണ്ടുപിടിക്കും. അനുഗ്രഹത്തിൻ നാധിപതിയേ, ആനന്ദ കൃപ പേരും നദിയേ, അനുദിനം നിൻ പാദം ഗതിയേ, ആടിയാനു നിൻ കൃപമതിയേ. ഇങ്ങനെയാണോ പാടിയത്? ചെറിയൊരു മോഡിഫിക്കേഷൻ അല്ലേ? വെൽ, ഇതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആരായി പാട്ട് എഴുതുന്നറിയാമോ? ദാറ്റ്സ് ഫൈൻ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അതാണ് ആവശ്യം. ഞാനെങ്കിലും പറഞ്ഞു തരേണ്ട ഒരു ചുമതലയുണ്ടല്ലോ. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് M.V. ചെറിയാൻ സാറാണ്. ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. മധുരയിലാണ്. അടുത്തെങ്ങും ചികിത്സാ കേന്ദ്രങ്ങളില്ല. ദൂരെയുള്ള ഒരു ക്ലിനിക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു മിഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വണ്ടിയിൽ കയറ്റി ഈ ഭാര്യയെ ചുമന്നുകൊണ്ട് തള്ളിക്കൊണ്ട് അവിടെ കൊണ്ടെത്തിച്ചു. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. എന്നിട്ട് അദ്ദേഹം മാറി. ആശുപത്രി എന്ന് പറയാൻ പറ്റത്തില്ല, മധുരയിലെ ഒരു ഗ്രാമമാണ്. അവിടെ വിട്ടിട്ട് അദ്ദേഹം മാറി ആ ചരിവിലിരുന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് പാടിയ പാട്ടാണ് അനുഗ്രഹത്തിനതി. അതാണ് അദ്ദേഹം പാടുന്നത്.
വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭനെ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. എല്ലാം പ്രതികൂലമാണ്. വല്ലവൻ എൻ്റെ അഭയമാണ്, പിന്നെ ഞാനിതിന് ഭയപ്പെടുന്നു. ഇതാണ് ആ പാട്ടിൻ്റെ പൊരുൾ. പാടാനുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പാടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. യു ഗെറ്റ് 4 marks. റൈറ്റ്. രണ്ടാമതായിട്ട് രഞ്ജിയാണ്. പാട്ടെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു അനുഭവമാണ്. നാം പല രീതിയിലുള്ള ഗാനങ്ങൾ കേൾക്കാറുണ്ട്. യുഗ്മഗാനങ്ങൾ, മരം ചുറ്റി ഓട്ടമുള്ള പാട്ടുകൾ, ശോകഗാനങ്ങൾ, ഇതിനെല്ലാം അതിൻ്റേതായ വികാര തലങ്ങളുണ്ട്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ വിശ്വസ്തത വർണ്ണിക്കുന്നത് വളരെ അഗാധമായൊരു കാര്യമാണ്. ആ വിശ്വസ്തത വർണ്ണിക്കുമ്പോൾ ആ വിശ്വസ്തത അനുഭവിക്കുന്നവർക്ക് അത് അത്യഗാധമായൊരു അനുഭവമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കെപ്പോഴും എൻ്റെ കണ്ണുകൾ നനയാതെ എനിക്ക് യേശുവിൻ്റെ വിശ്വസ്തത വർണ്ണിക്കുവാൻ കഴിയുകയില്ല. കാരണം എൻ്റെ മരണത്തിൻ്റെ താഴ്വരയിൽ വന്ന് എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചത് യേശുവാണ്. എൻ്റെ ജീവിതയാത്രയിൽ 3 പ്രാവശ്യം യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 2 വർഷം മുൻപാണ് മരണത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അമേരിക്കയിൽ നിന്ന് 5 സ്പെഷ്യലിസ്റ്റുകൾ എന്നെ ഉപേക്ഷിച്ച അവസ്ഥയിൽ ഞാൻ നാട്ടിൽ കോട്ടയ്ക്കൽ വരുമ്പോൾ അവിടെ വന്നതിൻ്റെ 4ാം രാത്രിയിൽ യേശു എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കുന്നു. ആ ആശുപത്രി മുറിയിൽ വെച്ച് തന്നെ ഒരു CD പൂർത്തിയാക്കി 10 ഗാനങ്ങൾ സൗഖ്യമാകുന്ന യേശു. അപ്പോൾ രഞ്ജി ആത്മാവിൽ ഉൾക്കൊണ്ടാണ് ആ പാട്ട് പാടിയത്. യേശു ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതാണെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ അതിന് മാർക്കിൻ്റെ പരിധി എനിക്ക് തരാൻ സാധ്യമല്ല. പാട്ടിൻ്റെ മനോഹാരിതയുമില്ല. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് പാടുന്ന ആ വരികൾക്ക് എല്ലാ പാട്ടുകളെക്കാളും വിലയുണ്ട്, എല്ലാ പാട്ടുകളെക്കാളും സ്വർഗത്തിലായിരുന്നു നിലയുണ്ട്. അതുകൊണ്ട് രഞ്ജിക്ക് 7 മാർക്ക് ആ പാട്ട് നൽകുകയാണ്. പാട്ട് പൂർത്തിയാക്കിയില്ല, 4 ചരണങ്ങളെ പാടിയുള്ളൂ. ഒരു പക്ഷേ ഇതുപോലെയുള്ള ഗാന മത്സരങ്ങളിലല്ല ആ പാട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ അനന്തതയിൽ നിന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് യേശു ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിക്കുന്ന ആ പാട്ട്. ഗോഡിന് എന്ത് പറയുന്നു? ഞാൻ ശരിയാണോ? ശരിയാണ്. എബിൻ എന്ത് പറയുന്നു? ശരിയാണ്. നമ്മുടെ എപ്പോഴും ആത്മീയ ഗീതങ്ങൾ ആത്മാവിൽ 2 രീതിയിൽ പാടാമെന്ന് പൗലോസ് പറയുന്നു. ബുദ്ധിയിൽ പാടാം, ആത്മാവിൽ. അപ്പോൾ ആത്മാവിലുള്ള പാട്ടുകൾ മറ്റെല്ലാത്തിനേക്കാളും സൂപ്പർസീഡ് ചെയ്യുന്നു. സോ രഞ്ജി, യു ഗെറ്റ് 7 marks, റൈറ്റ്. ആൻഡ് എബിൻ തോമസ് സുഖമില്ലാത്ത അവസ്ഥയിലാണ് വന്നത്, പാടാൻ ശ്രമിച്ചു, പൂർണ്ണമായിട്ട് എപ്പോഴും പാടണം. പ്രോത്സാഹനം 5 മാർക്ക്. ഓൾറൈറ്റ്, താങ്ക് യു സർ. ആർ യു ഹാപ്പി? ഗോഡ്വിൻ ലാൽ പാടിയ വരികളിലും തെറ്റുണ്ട്, തെറ്റിപ്പോയി 6ാമത്തെ വരി അല്ലേ? നോ, ഡോണ്ട് ബിറ്റ്. വൈ ആർ ടെൻസ്? ഇപ്പം രഞ്ജിൻ ടെൻസ് ആയിരുന്നു. ടെൻസ് അല്ലത്. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പാടുമ്പോൾ ദിസ് നോ ടെൻസ്. ഞാൻ 300 പാട്ടുകൾ എഴുതി 300 പാട്ടുകൾ പാടിയ വ്യക്തിയാണ്. 300ാമത്തെ പാട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാടുക, പാടുക, വീണ്ടും 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 പാടുക. അതൊരു ആനന്ദമാണ്, ഒരു സന്തോഷം മറ്റാർക്കും തരാം. അതുകൊണ്ട് ഗോഡ് വിൽ ഇനിയും പാടണം. അതായത് നമ്മളൊരു മത്സരത്തിന് വേണ്ടിയല്ല, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടാനുള്ള. ഞാനൊരു പാട്ടുകാരനല്ല, ഒരു സംഗീതോപകരണം വായിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേങ്കിൽ ആത്മനിറവിൽ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. 300ാമത്തെ പാട്ടാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സോ ഇതൊരു അനുഭവമാണ്, അനുഭൂതിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ ആത്മീയമായ ഗാനങ്ങൾ രചിക്കാൻ സാധിക്കും. സിനിമ പാരഡിയായിട്ടൊക്കെ പാടാൻ പറ്റും, അതല്ല. അത് വീണ്ടും വീണ്ടും പാടണം. ഓക്കെ അബിൻ? അപ്പോൾ തലവേദനയൊക്കെ ഓടിപ്പോവും. കുറച്ച് പാടണം, ദൈവത്തെ സ്തുതിക്കണം, രഞ്ജി കൂടുതൽ പാടണം. ഓൾറൈറ്റ്. So there we come to the end of the praise round. I'll repeat the marks once more. Godwin Lal gets 4 marks, Ebin Thomas gets 5 marks, and Renji Raju gets 7 marks. Right? Yes. Bible Crown 2020. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ വേൾഡ് ടു വേൾഡ് മ്യൂസിയത്തിൽ വന്നതും എല്ലാം നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി കേട്ടിരുന്നു. വലിയ മെത്രാപ്പോലീത്ത വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയൊരു സ്ഥാപനം. എനിക്ക് എപ്പോഴും ഒരു ചെറിയൊരു ആകാംക്ഷ ഇത് കാണാനായിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ കല്ലറ പോലത്തെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു അത്. നമുക്കപ്പം ആ സീനുമായിട്ട് നമുക്ക് മനസ്സിലാവുകയും
ഏകദേശം അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം ഇതിൽ വളരെ ഒരു കൗതുകകരമായിരുന്നു. പല പല ക്രോസുകളുടെ കളക്ഷനും ബൈബിളുകളുടെ കളക്ഷനും എന്തിനു പറയാൻ ഒരു കല്ലിൻ്റെ കളക്ഷൻ വരെ വളരെ അടിപൊളിയായിരുന്നു. എൻ്റെ കൂടെ ഇത് സ്ഥാപിച്ച ഒരു അങ്കിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ചോദിക്കുന്ന എല്ലാം ആ അങ്കിൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഒരു ചെറിയ കല്ലാണെങ്കിൽ കൂടി ഇവർ ഓരോരോ അർത്ഥം വെച്ചാണ് ഇത് വെക്കുന്നത്. പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. 10 കമാൻഡ്മെൻറ്റ്സ് വേറെ ഭാഷയിലുണ്ടായിരുന്നു, ഏതൻ തോട്ടം ഉണ്ടായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഈ ആദ്യത്തെ അനുഭവം തന്നെ ഒരു മറക്കാൻ പറ്റാത്തത് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇത് ഞാൻ എന്നും ഓർക്കും. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. അടുത്ത റൗണ്ട് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് എബിൻ തോമസ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ചാൻസ് ലഭിച്ചു. ആർ യു റെഡി എബിൻ തോമസ്? അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന പുസ്തകം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ആ പേരെന്താണ്? രഞ്ജി അറിയില്ല. യെസ് ഗോഡ്വിൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. എക്സാക്ട്ലി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. അപ്പോസ്തല പ്രവർത്തികൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. സോ 4 marks for Godwin Lal. And next question is for Renji. അപ്പോസ്തല പ്രവർത്തികൾ ആർക്കാണ് എഴുതിയത്? വളരെ ലളിതമായ ചോദ്യം. തിയോഫിലോസിന്. Yes, 5 marks for Renji. And now your question, third question. തീമോത്തിയോസിന്റെ വലിയമ്മയുടെയും അമ്മയുടെയും പേരുകൾ എന്താണ്? അത്ര എളുപ്പമായ ചോദ്യമാണ്. യെസ് സെവിൻ. പാസ് ആണ്. ലോവിസും യുനീക്കയും. എക്സാക്ട്ലി, 4 marks for രഞ്ജി രാജു. വളരെ ഈസി അല്ലേ ഇത്? ഐ തോട്ട് ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. ആരോടാ ചോദിക്കേണ്ടത്? എബിനോടല്ലേ? എബിൻ, ഓക്കെ. എന്തിൽ ശ്രദ്ധ ചെലുത്താനാണ് പൗലോസ് തീമോത്തിയോസിനെ ഉപദേശിക്കുന്നത്? തൻ്റെ ആത്മീയ മകനായ തീമോത്തിയോസിനോട് എന്തിൽ ശ്രദ്ധ ചെലുത്തുവാനാണ് പൗലോസ് പറയുന്നത്? ഇല്ലെങ്കിൽ -1 മാർക്ക്. അറിയില്ല. ദാറ്റ്സ് വെരി ഗുഡ്. മൈനസ് മാറി. ഗോഡ്വിൻ. വചനത്തിനും പത്യോപദേശത്തിനും. ഒരു കാര്യം ശരിയാണ്, അതുകൊണ്ട് മൈനസ് മാർക്ക് തരുന്നില്ല. 3 കാര്യം: വായന, പ്രബോധനം, ഉപദേശം. രഞ്ജിയുടെയാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? മത്തായി. -1 മാർക്ക്. ഗോഡ്വിൻ. മർക്കോസ് ശരിയായ മറുപടിയാണ്. 4 മാർക്ക്. അടുത്ത ചോദ്യം ഗോഡ്വിൻ. അതോടുകൂടി റൗണ്ട് അവസാനിക്കുകയാണ്. ഓക്കെ. ആദ്യമായി യേശു കുഞ്ഞിനെ കണ്ടവർ ആരായിരുന്നു? വളരെ ലളിതമല്ലേ? യേശു കുഞ്ഞെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. യേശു കുഞ്ഞിനെ ആരാ കണ്ടത്? എന്താ പറയാ? ഇൻഫ്യൂഷൻ ഓഫ് കൺഫ്യൂഷൻ. എബിൻ അത് തക്കത്തിൽ ഉപയോഗിച്ചു. സോ ഹി ഗെറ്റ്സ് 4 marks. That brings us to the close of the choose and answer round. Will you please give me the scorecard? Godwin Lal at 8. Yes, Godwin Lal comes with 8 marks. Eben Thomas at 4. Eben Thomas തൊട്ട് പിറകിലുണ്ട്, 4 മാർക്കുണ്ട്. രഞ്ജി. And Renji Raju at 8. Renji Raju 8 marks. All right. Bible Count 2020. Museum of the World International Theme Park. കാഴ്ചകളുടെ വിസ്മയങ്ങൾ കോർത്തിണക്കിയിരിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേൾഡ്. മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ അലങ്കാരമാണ് മെഡലിക് ബൈബിൾ.
സർ എഡ്വേർഡ് തോമസൺ ആണ് മെഡലിക് ബൈബിളിന്റെ ഉപജ്ഞാതാവ്. 1830 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ച് സർ എഡ്വേർഡ് തോമസൺ മെഡലിക് ബൈബിൾ നിർമ്മിച്ച് പ്രകാശനം ചെയ്തു. ചെമ്പിലും വെള്ളോടിലുമായി നിർമ്മിക്കപ്പെട്ട 73 മില്ലിമീറ്റർ വ്യാസമുള്ള മെഡലുകളിലായിരുന്നു തോമസൺ ഇവ രൂപകൽപ്പന ചെയ്തത്. മെഡലുകളുടെ ഒരു വശത്ത് തിരുവചനത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ ചിത്രങ്ങളും മറുവശത്ത് അവയുടെ വിവരണങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നതാണ് മെഡാലിക് ബൈബിൾ. ഇപ്രകാരം തിരുവചന സംഭവങ്ങളുടെ ചിത്രങ്ങളും അവയുടെ വിവരങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന 60 മെഡലുകളുടെ ക്രമാനുഗതമായ സഞ്ചയനമാണ് തോമസൺ മെഡലിക് ബൈബിൾ. എന്നാൽ 1970 ഫ്രാങ്ക്ലിൻ മിന്റ് എന്ന വ്യക്തി 44 മില്ലിമീറ്റർ വ്യാസമുള്ള വെങ്കല മെഡലുകളിൽ മെഡലിക് ബൈബിൾ അവതരിപ്പിക്കുകയുണ്ടായി. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷൻ എന്ന് ഇവ അറിയപ്പെടുന്നു. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലം, ഓട് തുടങ്ങി നശിച്ചു പോകാത്ത ലോഹങ്ങളിൽ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തി തലമുറകൾക്ക് കൈമാറുവാനുള്ള സർ എഡ്വേർഡ് തോമസണിന്റെ ദൈവീക ദർശനമാണ് മെഡലിക് ബൈബിളിന്റെ നിർമ്മിതിക്കുള്ള മുഖ്യ പ്രചോദനം. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷനാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്കിൽ കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949, മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. Shall we go to the last round? Yes. Bible bumper round. ഇത് ബസർ റൗണ്ടാണ്. മനസ്സിലായോ? ഒരു കൈ എപ്പോഴും ബസറിലുണ്ടാകണം, മറ്റേ കൈ മൈക്രോഫോണിലും. ഓക്കെ, പിന്നെ ഓക്കെ ആണല്ലോ. റൈറ്റ്. വിശുദ്ധ ബൈബിളിൽ ദൈവം ആദ്യമായി പാട്ടെഴുതുവാൻ ആരോടാണ് കൽപ്പിച്ചത്? ബസറില്ല, അറിയാൻ വയ്യ. മോശയോട്. വായിച്ചിട്ടില്ലേ? എന്താ പറയുക? എപ്പോഴും ഓർത്തിരിക്കണം. വിശുദ്ധ ബൈബിളിൽ ആദ്യമായി പാട്ടെഴുതാൻ പറഞ്ഞ് പാട്ട് പഠിപ്പിച്ചത് മോശയാണ്. ദൈവമാണ് കൽപ്പിച്ചത് പാട്ടെഴുതാൻ, വേറെ ആരുമില്ല. മറക്കുമോ ഇനിയും? ഇല്ല. എപ്പിൻ മറക്കുമോ? നോ. ദാറ്റ്സ് എ ഗുഡ് ആൻസർ. റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ബസ്രം, ഈ പാട്ട് ആരെ പഠിപ്പിക്കണമെന്നാണ് ദൈവം കൽപ്പിച്ചത്? പാട്ടെഴുതി ആരെ പഠിപ്പിക്കണമെന്നാണ് ദൈവം കൽപ്പിച്ചത്? യെസ് മിസ്റ്റർ എബിൻ. ഇസ്രായേൽ ജനത്തിനെ. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 6 marks ഫോർ എബിൻ. ഞാൻ പറഞ്ഞില്ലയോ പഠിപ്പി? നിങ്ങൾ കേട്ടില്ലായിരുന്നു? ക്വിസ് കോമ്പറ്റീഷൻ എപ്പോഴും ചെവി തുറന്നിരിക്കണം. ഓൾറൈറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം മോശയെ കൊണ്ട് പാട്ടെഴുതിപ്പിച്ച് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കണം എന്ന് ദൈവം കൽപ്പിക്കുന്നത്? ഇസ്രായേൽ മക്കളെല്ലാവരും പാട്ടുകാരാണോ എന്ന് വിചാരിച്ചാണോ? ഗാനഭൂഷണം, ഗാനഗോകുലം ആണോ? അതിനുവേണ്ടിയാണോ? വാട്ട്സ് ദ റീസൺ? യെസ് മിസ്റ്റർ ഗോഡ്വിൻ. തലമുറ തലമുറയെ ദൈവം ചെയ്ത പ്രവൃത്തി ഓർത്തെടുക്കുവാൻ. തലമുറ തലമുറയായിട്ട് ഇത് സാക്ഷ്യമായിട്ടിരിക്കുവാൻ. പ്രവൃത്തിയായിട്ട് ഓർക്കുകയല്ല. ഇവർ തെറ്റായിട്ട് പോകുമ്പോൾ ഈ പാട്ട് അവർക്കെതിരെ സാക്ഷ്യമായിട്ട്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ചെറുത്, സാരമില്ല. 6 marks ഫോർ ഗോഡ്വിൻ ലാൽ. വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. കിന്നരം വായിക്കുന്നവരുടെയും ഓടക്കുഴൽ ഊതുന്നവരുടെയും പിതാവ് വിശുദ്ധ ബൈബിൾ പറയുന്ന ആരാണ്? യെസ്
യൂബാൽ. Exactly, Yubal. Renji Raju gets 6 marks. Yubal. അറിയോ? വായിച്ചായിരുന്നു, ഓർക്കണം, പ്രസ് ചെയ്യണം. റൈറ്റ്, ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും അധികം പ്രതിപാദിക്കുന്ന സംഗീത ഉപകരണം ഏതാണ്? യെസ് മിസ്റ്റർ എബിൻ. കിന്നരം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 29 പ്രാവശ്യമാണ് കിന്നരം എന്ന ഉപകരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. സോ എബിൻ തോമസ് ഗെറ്റ് 6 മാർക്സ്. ഈ കിന്നരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഊതുന്നതാണോ അതോ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണോ? സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ്സ് എ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. എത്ര സ്ട്രിങ്സ് ഉണ്ട്? അറിഞ്ഞൂടാ. അറിയണം. 2 നിരലായിട്ട് 5 സ്ട്രിങ്സ് വീതമുണ്ട്. നമ്മുടെ സംഗീത സൗവർണിക ഇവിടെ ഉണ്ട്. മ്യൂസിയം ഓഫ് ദ വേൾഡിലെ തീം പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ പ്രത്യേകമായ പ്രദർശനമാണ് സംഗീത സൗവർണിക. അവിടെ കിന്നരമുണ്ട്. അപ്പോൾ 10 സ്ട്രിങ്സ് ആണ് അതിൽ. റൈറ്റ്, ഗുഡ്. അതോടുകൂടി ബൈബിൾ ബമ്പർ റൗണ്ട് അവസാനിക്കുകയാണ്. Bible Crown 2020. ഇച്ചായ, ആ കന്നുകാലികൾക്ക് ഇത്തിരി വെള്ളം വെച്ചു കൊടുക്ക്. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നാൽ എങ്ങനാ? ഓ, ഏതാണ്ട് പൈങ്കിളി പുസ്തകമായിരിക്കും. അതാ ഇങ്ങനെ വായിച്ചു സുഖിച്ചോണ്ടിരിക്കുന്നേ. എടി, ഇത് പൈങ്കിളി പുസ്തകമല്ല. ഇന്നലെ കൺവെൻഷനിൽ നിന്ന് മേടിച്ച വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. വേദപുസ്തകം വായിച്ചാ എന്നത്തിന് ചിരിക്കുന്നേ? അത് പറഞ്ഞാ നീ പിണങ്ങും. പെണങ്ങയല്ല. ഇച്ചാൻ എന്നത്തിന് ചിരിച്ചേ? എടി, നിന്നോട് സ്നേഹം കൂടുമ്പോ ഞാൻ നിന്നെ കഴുതേന്ന് വിളിക്കത്തില്ലയോ? അങ്ങനെ എന്തെല്ലാം വിവരക്കേടുകൾ ഞാൻ കേൾക്കുന്നു. ആ, കഴുതയുടെ മഹത്വം ഇതിൽ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് നോക്കിയേ. അപ്പോ മൃഗങ്ങളുടെ കാര്യം മാത്രമാണോ ഇതിലുള്ളത്? 26 സവിശേഷത. 26 സവിശേഷത എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഏതാണ്ട് ബെഡായി ആയിരിക്കുന്നു. ആ, ഒരു തോടിന്റെ പടം എടുത്ത് യോർദാൻ നദിയാന്ന് അച്ചടിക്കുന്ന കാലമല്ലേ ഇത്? അവരിച്ചാനെ കളിപ്പിച്ചോ? ഇല്ലടി, ഇല്ല. 26 പകരം ഞാൻ 28 എണ്ണി കഴിഞ്ഞു. തന്നെയല്ല, ഒരു സവിശേഷത ഇല്ലാത്ത 1200 പേജുള്ള ബൈബിളിന് വില 200 രൂപ. 30 സവിശേഷതകളുള്ള 1456 പേജുള്ള വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ വില 195 രൂപ. 30 സവിശേഷതകളും 250 പേജുകളും കൂടുതലായിട്ടും വിലയിൽ 5 രൂപ കുറവ്. ഇച്ചായ, നമുക്കിത് 2 എണ്ണം വാങ്ങിക്കണം. അതെ, 25 സവിശേഷതകളും അപൂർവ ചിത്രങ്ങളുടെ 16 കളർ പേജുകൾ ഉൾപ്പെടെ 250 പേജുകൾ കൂടുതലുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Crown 2020. അടുത്തതായിട്ട് വേഗവേദ വായന. റെഡി? ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. ഒരാൾ വായിച്ചു തുടങ്ങിയാൽ മറ്റേയാൾ കിട്ടിയെങ്കിൽ ഒരുപോലെ വായിച്ചേക്കണം. 2 പേർ ഒരുപോലെ വായന ആരംഭിച്ചാൽ പകുതി മാർക്കുള്ളൂ. വായിച്ചില്ലെങ്കിൽ മാർക്കൊന്നുമില്ല. റെഡി? യെസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. നിരന്തരം പ്രാർത്ഥിക്കുവേൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവേൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവേൻ. എൻ്റെ ബന്ധനത്തിന് കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ അത് വെളിപ്പെടുത്തേണ്ടതിനും തന്നെ. അപ്പോൾ 3 മാർക്ക്. രഞ്ജി രാജു ഗെറ്റ്സ് 3 മാർക്സ്. സെക്കൻഡ് പോർഷൻ. ക്ലോസ് യുവർ ബൈബിൾസ്. 1 ശമൂവേൽ 4:3. പടയാളികൾ പാളയത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ യഹോവ നമ്മെ ഫിലിസ്ത്യരുടെ കയ്യിൽ പരാജയപ്പെടുത്തിയത്. 1.5 മാർക്ക് ഗോഡ്വിൻ ലാൽ, 1.5 മാർക്ക് എബിൻ. രഞ്ജി വായിച്ചോ? ഇല്ല, വായിച്ചില്ല. അങ്ങനത്തെ അബദ്ധമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ 1.5 മാർക്ക് എബിൻ തോമസിനും 1.5 മാർക്ക് ഗോഡ്വിൻ ലാലിനും. ലാസ്റ്റ് റീഡിംഗ്. ക്ലോസ് യുവർ ബൈബിൾസ്. യെശയ്യാവ് 1:22.
1:20. നിന്റെ വെള്ളി കിട്ടമായി തീർന്നു, നിന്റെ വീഞ്ഞിൽ വെള്ളം കലർന്നിരിക്കുന്നു. നിന്റെ വെള്ളി കിട്ടമായി തീർന്നു, നിന്റെ വീഞ്ഞിൽ വെള്ളം. അതന്നെ ഒന്നിച്ചല്ല വായിച്ചു, രണ്ടാമതാണ്. അതുകൊണ്ട് രഞ്ജി രാജുവിന് മാർക്കില്ല, ഗോഡ്വിൻ ലാലിന് 3 മാർക്ക്. That brings us to the end of Bible bumper round. Will you please give me the marks of the Bible bumper round? Godwin Lal gets 10. Godwin Lal gets 10 marks. 10.5. 10.5 marks. That's good. Ebin Thomas 13.5. Ebin Thomas gets 13.5 marks. Good showing. And Renji Raju? Renji Raju 9 marks. Renji Raju 9 marks. Okay. Now you go for the total marks of the episode. ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത 2 പേരെ അല്ല തിരഞ്ഞെടുക്കുന്നത്. മൊത്തമായിട്ട് ഒലിവ് സ്റ്റേജിലെ മത്സരാർത്ഥികളുടെ എല്ലാം മാർക്കുകൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുകൾ ലഭിച്ചിരിക്കുന്ന ഒരു അംഗസംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 3 പേർക്കും സാധ്യതയുണ്ട്. കാരണം മറ്റുള്ള റൗണ്ടിൽ മത്സരാർത്ഥികൾ കുറഞ്ഞ മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു റൗണ്ടിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കുന്നില്ല. മൊത്തം പെർഫോമൻസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന മാർക്കുള്ള ഒരു നിശ്ചിത സംഖ്യയാണ് തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം ഈ പ്രാവശ്യം നമ്മുടെ 2ാമത്തെ റൗണ്ടാണ് ഒലിവ് റൗണ്ട്. ഏതൻ റൗണ്ടിൻ്റെ ഇരട്ടി സമ്മാനത്തുകയാണ് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത്. അതോടൊപ്പം സെക്കൻഡ് പ്രൈസിനും തേർഡ് പ്രൈസിനും വർദ്ധിച്ചു തുക. ഇപ്രകാരം ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മുടേതായിട്ടുള്ള സമ്മാനത്തുക വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഓൾറൈറ്റ്, ഓക്കെ. Now we will wait for the marks card. Thank you, Mrs. Leena. Yes. So the first prize goes to Godwin Lal, 41.5 marks. Good. Second prize goes to Ebin Thomas, 30.5. Thanks. And third prize goes to Renji Raju, 25 marks. വളരെ അടുത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. You can come and collect your prizes. Yes, Godwin Lal. Congratulations. Right. Yes, Ebin Thomas. Okay ആണോ? Okay. Yes. നല്ല മാർക്കാണ്. ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. ദൈവവചനത്തിന്റെ പൊൻവെളിച്ചം ഇരുളടഞ്ഞ ജീവിതങ്ങളെ പ്രഭാപൂരിതമാക്കുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. Bible Crown 2020. The Lena Risa family dedicates with prayers Bible Crown 2020 for the promotion and propagation of the Word of God.